Hi friends, welcome back to our channel. 2023-24 വർഷത്തിലെ 5ാം ക്ലാസ് ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ ഒരു പോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോം വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം പോം വായിച്ച് നോക്കാം. എ ലിറ്റിൽ ബേർഡ് സോ സ്മോൾ ആൻഡ് ബ്രൈറ്റ് ഫ്ലൈസ് അറൗണ്ട് ദ സ്കൈ സോ ലൈറ്റ് chirping happily all day long, spreading cheer with its sweet song. In trees it builds a tiny nest, a safe and warm place it likes best. Its feathers soft, its beak so neat, the little bird is hard to beat. In the morning glow it starts the day with joyful songs in every way. Perched on branches high and low, teaches us how happiness can grow. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേർഡിനെ കുറിച്ച് പറയുന്ന ഒരു പോമാണ്. ഓക്കെ, നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നോക്കി നോക്കാം. വാട്ട് ഡസ് ദ ലിറ്റിൽ ബേർഡ് ഡു ഓൾ ഡേ ലോങ്? അപ്പോൾ രാവിലെ ഈ ലിറ്റിൽ ബേർഡ് എന്താണ് ചെയ്യുക? അപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. സ്ലീപ്സ് ഇൻ ദ നെസ്റ്റ്, chirps happily, hunts for prey. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? chirps happily, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, where does the little bird build its nest? എവിടെയാണ് ഈ ലിറ്റിൽ ബേർഡ് നെസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇൻ ദ വാട്ടർ, ഇൻ ട്രീസ്, ഇൻ ദ സാൻഡ്. എവിടെയാണ്? മരത്തിൻ്റെ മേലാണ്. ഇൻ ട്രീസ്, അതും ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, which word gives the idea that the nest was a small? അപ്പോൾ നെസ്റ്റ് ഒരു സ്മോൾ ചെറിയൊരു കൂടായിരുന്നു എന്ന് ഇതിലേത് വേർഡാണ് പറയുന്നത്? ഏത് വേർഡാണ് അതിൻ്റെ ഐഡിയ പറയുന്നത്? ഒന്നാമത്തെ വാം, സോഫ്റ്റ്, ടൈനി. അപ്പോൾ ആൻസർ എന്താണ്? ടൈനി എന്നാണ് ചെറുത് എന്ന് മീനിങ് വരിക. അപ്പോൾ ഓപ്ഷൻ സി ടൈനി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ബേർഡ് സ്റ്റാർട്ട് ഇറ്റ്സ് ഡേ? എങ്ങനെയാണ് ബേർഡ് അതിൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? വിത്ത് ജോയ്ഫുൾ സോങ്സ് ഇൻ എവറി വേ. ഓക്കെ, ഇനി നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ലിറ്റിൽ ബേർഡ് ടീച്ച് അസ്? എന്താണ് ഈ ലിറ്റിൽ ബേർഡ് നമ്മളെ പഠിപ്പിക്കുന്നത്? ടീച്ചേഴ്സ് അസ് ഹൗ ഹാപ്പിനെസ് ക്യാൻ ഗ്രോ. എങ്ങനെ ഹാപ്പിനെസ്സിനെ നമുക്ക് വളർത്താം എന്നതാണ് ഈ ലിറ്റിൽ ബേർഡ് നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, Activity 2, conversation. Lily was standing on the school veranda completely drenched. അപ്പോൾ എന്താണ്? ലില്ലി ആകെ നനഞ്ഞിട്ട് സ്കൂൾ വരാന്തയിൽ നിൽക്കുകയാണ്. ടീയേഴ്സ് റോൾഡ് ഡൗൺ ഹെർ ചീക്സ്. അപ്പോൾ കണ്ണീർ ഇങ്ങനെ അവളുടെ ചീക്സിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഓൺ നോട്ടീസിങ് ദിസ് ദ ഹെഡ് മിസ്ട്രസ് കെയിം നിയർ ലില്ലി. അപ്പോൾ ഇത് നോട്ടീസ് ചെയ്തിട്ട് അവിടുത്തെ HM ലില്ലിയുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ലില്ലി ആൻഡ് ഹെഡ് മിസ്ട്രസ്. അപ്പോൾ ഹെഡ് മിസ്ട്രസ്സും അതുപോലെ തന്നെ ലില്ലിയും തമ്മിലുള്ള ആ സമയത്ത് നടന്ന കോൺവെർസേഷൻ എന്തായിരിക്കും എന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ ഹെഡ് മിസ്ട്രസ് ആദ്യം ചോദിക്കുന്നത് തന്നിട്ടുണ്ട്, വൈ ആർ യു ക്രൈയിങ് മൈ ചൈൽഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ലില്ലി പറയും, മൈ ബുക്സ് ആർ ഫുള്ളി ഡ്രെഞ്ച്ഡ് ആൻഡ് മൈ ടീച്ചേഴ്സ് കോൾഡഡ് മീ. എന്താണ്? എൻ്റെ പുസ്തകം ആകെ നനഞ്ഞു, മാത്രമല്ല എൻ്റെ ടീച്ചർ എന്നെ ചീത്ത പറയുകയും ചെയ്തു. അപ്പോൾ HM പറയും, ഹൗ ഡസ് ഇറ്റ് ഡ്രെഞ്ച്ഡ്? ഡോണ്ട് യു ഹാവ് എൻ അംബർല? അപ്പോൾ എങ്ങനെയാണ് ബുക്ക് നനഞ്ഞത്? ഇതിൻ്റെയൊക്കെ അംബർല ഇല്ലേ എന്ന് HM ചോദിച്ചു. ഓക്കെ, അപ്പോൾ ലില്ലി പറഞ്ഞു, നോ മാം, ഐ ഡോണ്ട് ഹാവ് മണി ടു ബൈ ഇറ്റ്. അപ്പോൾ ഇല്ല മാം, എൻ്റെ കയ്യിൽ ഇല്ല, എനിക്കത് മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് ലില്ലി പറയും. സോ വെർ ഈസ് യുവർ പാരൻസ്? അപ്പോൾ HM ചോദിക്കും, നിൻ്റെ പാരൻസ് എവിടെയാണ്? അപ്പോൾ ലില്ലി പറയും, ദേ ഡെഡ്, അവർ മരിച്ചു. ഐ ആം ലിവിങ് വിത്ത് മൈ ഓണ്ട്, ഞാൻ എൻ്റെ ഓണ്ടിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഷി വോണ്ട് ഗീവ് മീ മണി, അപ്പോൾ ഓണ്ട് എനിക്ക് പൈസ ഒന്നും തരില്ല എന്ന് ലില്ലി HMനോട് പറയും. ഓക്കെ, ദെൻ HM, ഓ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ക്രൈ മൈ ചൈൽഡ്, ഐ വിൽ ബൈ യു വൺ. അപ്പോൾ എന്താണ്? നീ കരയൊന്നും വേണ്ട, സാരില്ല, ഞാൻ നിനക്കൊരു അംബർല വാങ്ങി തരാമെന്ന് HM പറയും. അപ്പോൾ ലില്ലി HMനോട് താങ്ക് യു, നന്ദി പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 3, thoughts.
At the end of the story, the happy prince, the little swallow, falls dead at the feet of the happy prince. അപ്പോൾ the happy prince എന്ന സ്റ്റോറിയിൽ ലാസ്റ്റ് ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റിൻ്റെ അടിയിലായിട്ട് ആര് മരിക്കും? നമ്മുടെ സ്വാളോ മരിച്ചു വീഴും. He is hurt broken and feels guilty for not sending the swallow to Egypt. അപ്പോൾ ഈ സ്വാലോനെ ഈജിപ്തിലേക്ക് വിടാത്തതിൽ ഭയങ്കര കുറ്റബോധം തോന്നും നമ്മുടെ ഹാപ്പി പ്രിൻസിന്. The good time he spent with the swallow rushes to his mind. അപ്പോൾ ഈ സ്വാളോയുടെ കൂടെ ഹാപ്പി പ്രിൻസ് ചിലവഴിച്ച് നല്ല നിമിഷങ്ങളൊക്കെ ഈ പ്രിൻസിൻ്റെ മനസ്സിലേക്ക് വരും. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ പ്രിൻസ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിൻസിൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്ന് എഴുതാനാണ് ആക്ടിവിറ്റി 3. അപ്പോൾ നമുക്ക് ഹാപ്പി പ്രിൻസിൻ്റെ തോട്ട്സ് എഴുതി നോക്കാം. ഓ മൈ സ്വാളോ, your friend were waiting for you in Egypt. Since I am sad you stay with me. You acted as a messenger of mine and helped many. You were kind and good-hearted. You sacrificed your life for others. Because of me, you are dead now. Sorry, my dear one. Forgive me, please. അപ്പോൾ എന്താണ്, നീ മറ്റുള്ളവരെയൊക്കെ സഹായിക്കും, നിന്നെ ഈജിപ്തിൽ വിടാണ്ടിരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. ഞാൻ കാരണമാണ് നീ മരിച്ചത്. നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ആയിരിക്കും ഈ പ്രിൻസിൻ്റെ മനസ്സിൽ വന്നു പോയിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. The next activity 4, letter. ഒരു ലെറ്റർ എഴുതാനാണ് ആക്ടിവിറ്റി 4. ലില്ലി ആൻഡ് ഹർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് ദെയർ പാരൻസ്. അപ്പോൾ ലില്ലിക്കും ലില്ലിയുടെ ബ്രദറിനും പാരൻസിന് നഷ്ടപ്പെട്ടു. ദെയർ കണ്ടീഷൻ വാസ് റിയലി ബാഡ്. അപ്പോൾ അവരുടെ കണ്ടീഷൻ പറയുന്നത് വളരെ ബാഡ് ആയിരുന്നു. ലില്ലീസ് ഫ്രണ്ട് മിനി ഫെൽറ്റ് സാഡ് അറ്റ് ഹെർ പുവർ കണ്ടീഷൻ. അപ്പോൾ ഈ ലില്ലിയുടെ ഫ്രണ്ടായിട്ടുള്ള മിനിക്ക് ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ പാവം തോന്നി. മിനി റൈറ്റ്സ് എ ലെറ്റർ ടു ഹെർ ഫാദർ ഹു ഈസ് വർക്കിംഗ് ഇൻ മുംബൈ ആസ്കിംഗ് ഫോർ ഹെൽപ്പ്. അപ്പോൾ മിനിയുടെ അച്ഛനിക്ക് ഒരു സഹായത്തിന് വേണ്ടി, ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ എഴുതി. അച്ഛൻ മുംബൈയിലാണ്. വാട്ട് വുഡ് ബി ദ ലൈക്ലി ലെറ്റർ? അപ്പോൾ മിനി എഴുതിയ ലെറ്റർ എന്തായിരിക്കും? അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. നമുക്ക് കത്തിൻ്റെ ഒരു മോഡൽ നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വെക്കാം. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഫ്രം അഡ്രസ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. മിനി, പാറയ്ക്കൽ ഹൗസ്, കോട്ടയം. ഒരു ഡേറ്റ് കൊടുത്തു, ഡിയർ പപ്പ. ഓക്കെ, ഇനി നമുക്ക് കണ്ടൻറ്റ് എഴുതാം. ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ. അപ്പോൾ ഇത് എല്ലാ ലെറ്ററിലും എഴുതണം. താങ്കൾക്ക് സുഖമല്ലേ, നിങ്ങൾ സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. പപ്പ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ലില്ലി ആൻഡ് ഹർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ദെയർ പാരൻസ് വെൻ ദേ ആർ യങ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ലില്ലിക്കും അതുപോലെ തന്നെ ബേബിക്കും ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മേനും നഷ്ടപ്പെട്ടു. ദ കണ്ടീഷൻ ഈസ് വെരി ബാഡ്. അപ്പോൾ അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ബാഡാണ്. ദേ ഡോണ്ട് ഈവൻ ഹാവ് എ ഗുഡ് ഡ്രസ് ടു വിയർ. അപ്പോൾ അവർക്ക് ധരിക്കാൻ ഒരു നല്ല ഡ്രസ്സ് പോലുമില്ല. ദേ ആർ ലിവിങ് വിത്ത് ദെയർ ഓണ്ട്. അപ്പോൾ അവരുടെ ഓണ്ടിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഷീ ഈസ് എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൻ ഹു വർക്ക് ആസ് എ മെയ്ഡ് ഇൻ പൂമംഗലം ഫാമിലി. അപ്പോൾ പൂമംഗലം ഫാമിലിയിൽ ഒരു മെയ്ഡായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്ര നല്ലൊരു മനുഷ്യനൊന്നുമല്ല. ഷി ഡോണ്ട് ഈവൻ ബൈ ബുക്സ് ആൻഡ് നീഡഡ് തിങ്സ് ഫോർ ദം. അപ്പോൾ അവർക്ക് ആവശ്യമായ ബുക്സോ ആവശ്യമായ സാധനങ്ങളോ ഒന്നും ഈ ഓണ്ട് മേടിച്ചു കൊടുക്കില്ല. സോ ഫാദർ പ്ലീസ് സെൻഡ് മണി ടു ഹെൽപ്പ് ദം. അതുകൊണ്ട് അച്ഛൻ അവരെ സഹായിക്കാനായിട്ട് പൈസ അയച്ചു തരണം. വിത്ത് ലവിങ്ലി മിനി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബോക്സിലാക്കിയിട്ട് വേണം ലെറ്റർ എഴുതാൻ. ദെൻ ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സിൽ ഏതെങ്കിലും ഒന്ന് വെക്കുക, അല്ലെങ്കിൽ രണ്ടെണ്ണം വെക്കുക. ദെൻ ഡിയർ പപ്പ, ദെൻ മാറ്റർ കൊടുക്കുക. ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ. അത് എല്ലായിടത്തും കൊടുക്കണം. ദെൻ ലാസ്റ്റ് വിത്ത് ലവിങ്ലി മിനി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അടുത്തത് എഡിറ്റ് ചെയ്യാനാണ് ആക്ടിവിറ്റി 5, എഡിറ്റിംഗ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ്. ദ നെക്സ്റ്റ് ഡേ സാറ്റർഡേ was a holiday of the school. അപ്പോൾ എന്താണ് ദ നെക്സ്റ്റ് ഡേ സാറ്റർഡേ എന്നുള്ളതിൽ എന്താണ് മിസ്റ്റേക്ക്? എസ് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സാറ്റർഡേ വാസ് എ ഹോളിഡേ ഓഫ് ദ സ്കൂൾ എന്നല്ല, ഫോർ ദ സ്കൂൾ എന്നാണ് വരിക. ഫോർ ദ സ്കൂൾ. ഓൾ ദ ബോയ്സ് ഇൻ ദ വില്ലേജ് വാസ് ഫ്രീ എന്നല്ല, ഓൾ ദ ബോയ്സ് ഇൻ ദ വില്ലേജ് വേർ ഫ്രീ. വേർ ആണ് അവിടെ വരിക. വേർ ഫ്രീ. ദ സൺ വാസ് ഷൈൻ എന്നല്ല, ദ സൺ വാസ് ഷൈൻ and the birds were singing. The flowers looked fresh and lovely. എൻ്റെ സ്പെല്ലിങ്ങിൽ തെറ്റാണ്. ലവ്ലി എന്ന് LOVELY എന്നാണ് വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 6.
Activity 6 description. Lily teacher felt sorry about her behavior towards Lily. അപ്പോൾ എന്താണ്, ലില്ലിയുടെ ടീച്ചർക്ക് ലില്ലിനോട് അങ്ങനെ പെരുമാറിയതിൽ കുറച്ച് വിഷമം തോന്നി. ഷീ ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹെർ. അപ്പോൾ ഈ ലില്ലിയെ സഹായിക്കാൻ ഈ ടീച്ചർ വിചാരിച്ചു. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് ഫ്രം ദ പിക്ചർ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് എന്ത് ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ ഈ ഈവൻറ്റ്സ് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാൻ. അപ്പോൾ ടീച്ചർ ലില്ലിനോട് പറയുന്നുണ്ട്, ഡോണ്ട് ക്രൈ, ഐ ആം സോറി, കം വിത്ത് മീ. അപ്പോൾ കരയല്ലേ, എന്നോട് ക്ഷമിക്കൂ, എൻ്റെ കൂടെ വായോ എന്ന് ടീച്ചർ പറയുന്നുണ്ട്. ദെൻ സ്കൂൾ സ്റ്റോറിക്കാണ് പോകുന്നത്. കെൻ ഐ ഗെറ്റ് സം ബുക്സ്, എ ബാഗ്, എ സ്ലൈറ്റ് ആൻഡ് എൻ അംബർല. അപ്പോൾ എന്താണ്, അവിടുന്ന് ബുക്കും ബാഗും സ്ലേറ്റും അംബർലയും ഒക്കെ ടീച്ചർ മേടിക്കുകയാണ്. ദെൻ ടീച്ചർ അതൊക്കെ മേടിച്ച സീനാണ് രണ്ടാമത്തെ. ദെൻ ലാസ്റ്റ് വൺ, ഡിയർ ചൈൽഡ് ഹാവ് ദ ഐസ്ക്രീം പ്ലീസ്. ലില്ലിക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് ടീച്ചർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈവൻറ്റ്സ്. ഇനി നമുക്ക് ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വേർഡ്സിലൊന്ന് എഴുതി നോക്കാം. ടീച്ചർ കോളിങ് ലില്ലി ആൻഡ് അപ്പോളജൈസിങ്. അപ്പോൾ ടീച്ചർ ലില്ലിനെ വിളിച്ചിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ആസ്കിങ് ലില്ലി ടു കം വിത്ത് ഹെർ. എന്നിട്ട് ലില്ലിനോട് ടീച്ചറുടെ കൂടെ വരാൻ പറയാണ്. ടീച്ചർ ടേക്കിംഗ് ഹെർ ടു സ്കൂൾ സ്റ്റോഴ്സ് ആൻഡ് ബൈയിങ് ഹെർ സം ബുക്സ്, എ ബാഗ്, എ സ്ലേറ്റ് ആൻഡ് എൻ അംബർല. അപ്പോൾ ടീച്ചർ അവളുടെ സ്കൂൾ സ്റ്റോറിക്ക് കൊണ്ടുപോയിട്ട് അവൾക്ക് വേണ്ട ബുക്കും ബാഗും സ്ലേറ്റും കൊടിയും ഒക്കെ മേടിച്ചു കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് ഗിവിങ് her some ice cream from a shop. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോപ്പിൽ നിന്ന് അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.